വസ്തുവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ? എന്നോട് ഒരാൾ ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും ലാൻഡാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റ്. അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ആണെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഗ്രോത്ത് ആണ് എന്ന് വെച്ചാൽ സഡൻലി, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ വരാനും ഒരു ഓപ്ഷനുണ്ട്. പക്ഷേ ലാൻഡിലെന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനാണെങ്കിലും നമ്മളൊരു 6 months ഇൻവെസ്റ്റ്മെൻറ്റിനാണെങ്കിലും ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ലാൻഡാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്നേ ഞാൻ ഓപ്ഷണലായിട്ട് പറയത്തുള്ളൂ. കന്യാകുളങ്ങര ജംഗ്ഷനിൽ നിന്ന് MC റോഡിൽ നിന്ന് 450 മീറ്റർ മാറിയിട്ടുള്ള ഈ ലാൻഡ് 6 പ്ലോട്ടുകളാണ് നിലവിൽ തിരിച്ചിട്ടുള്ളത്. അതിൽ 3 എണ്ണം ആൾറെഡി സെയിലായിട്ടാണ്. ഇനി നിലവിൽ 3 പ്ലോട്ടുകളാണ് ഇനി ഇതിൽ ബാലൻസ് ഉള്ളത്. നിലവിൽ 4.5 മീറ്റർ വീതിയോടുകൂടി എല്ലാ റോഡിനും എല്ലാ പ്ലോട്ടിനും ഉള്ള ആക്സസോടു കൂടിയാണ് ഈ പ്ലോട്ടുകളെല്ലാം തിരിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ആഞ്ഞിലിമര നിൽക്കുന്ന ഈ പ്ലോട്ട് എന്ന് പറയുന്നത് 6.5 സെൻറ്റ് ലാൻഡാണ്. പക്കാ സ്ക്വയറായിട്ടുള്ള പ്ലോട്ടാണ് ഈ ലാൻഡ് വരുന്നത്. 4.5 സെൻറ്റ് ലാൻഡാണ്. ഇതും പക്കാ സ്ക്വയറായിട്ടുള്ള പ്ലോട്ടാണ്. ഇത് 6,300 വരുന്നത്. അങ്ങനെ 3 പ്ലോട്ടുകളാണ് നിലവിൽ ഇനി ഇതിൽ ബാലൻസ് ഉള്ളത്. കന്യാകുളങ്ങര ജനറൽ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. അവിടെ നിന്നും ഈ MC റോഡ്, വെമ്പായം MC റോഡിൽ നിന്ന് 450 മീറ്റർ മാറിയിട്ടാണ് ഈ ലാൻഡ് വരുന്നത്. ഈ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ആർച്ച് കാണുന്നതിൻ്റെ, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ ആർച്ച് കാണുന്നതിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് 450 മീറ്ററാണ് നമ്മുടെ ലാൻഡിലേക്ക് വരുന്ന ഡിസ്റ്റൻസ്. റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഈ സ്ക്വയർ പ്ലോട്ടുകൾക്ക് ഓണർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 4.5 ലക്ഷം രൂപയാണ്. അത് തീർത്തും നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസാണ്. ഇതുപോലുള്ള വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറഞ്ഞു മടുത്തു എങ്കിലും പറയാം, മറക്കല്ലേ മടിക്കല്ലേ.